ഇന്ത്യയിലും സമുദ്രങ്ങളിലും വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിൽ ഭാരതവും യൂറോപ്പും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പുതിയ തലത്തിലേക്ക് ഉയരുകയാണ്. ഭാരതത്തിന്റെ 77ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥികളായി യൂറോപ്യൻ യൂണിയൻ തലവന്മാർ എത്തുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ചരിത്രപരമായ ഒരു നയതന്ത്രത്തിലേക്കാണ്. അമേരിക്ക ഇന്ത്യക്കെതിരെ ശക്തമായ താരിഫ് നീക്കങ്ങൾ നടത്തുമ്പോഴാണ് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ തലവന്മാർ നടക്കാൻ പോകുന്ന ഡീലുകളെ പറ്റി ആവലാതിപ്പെടുകയാണ് ശത്രു രാജ്യങ്ങൾ. ജനുവരി 27 ദില്ലിയിൽ നടക്കുന്ന 16ാമത് ഇന്ത്യ EU ഉച്ചകോടിയിൽ നിർണായക സ്വതന്ത്ര വ്യാപാര കരാറിലും പ്രതിരോധ കരാറിലും ഇരുപക്ഷവും ഒപ്പുവെക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ എന്നിവരാണ് ഇത്തവണ ഇന്ത്യയിലെ അതിഥികളായി എത്തുന്നത്. യൂറോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് EU വിദേശ നയ മേധാവി കാജ കല്ലാസ് നടത്തിയ പ്രസ്താവനകൾ നരേന്ദ്രമോദി സർക്കാരിന്റെ കരുത്തുറ്റ വിദേശ നയത്തിന് ലഭിച്ച അംഗീകാരമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. യൂറോപ്പിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഇന്ത്യ ഇപ്പോൾ അനിവാര്യമാണ്, പങ്കാളിയാണെന്ന് കല്ലാസ് തുറന്നു പറഞ്ഞിരുന്നു. ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഭാരതത്തെ ഒരു സുരക്ഷിത താവളമായാണ് യൂറോപ്പ് ഇപ്പോൾ കാണുന്നത്. അതിർത്തികളിലും സമുദ്രങ്ങളിലും വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിൽ ഭാരതവും യൂറോപ്പും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പുതിയ തലത്തിലേക്ക് ഉയരുകയാണ്. ചൈനീസ് കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇന്തോ പസഫിക് മേഖലയിലും സംയുക്ത സഹകരണം ഉറപ്പാക്കുന്ന മാരിടൈം സെക്യൂരിറ്റി ഉടമ്പടി ഇതിൽ പ്രധാനമാണ്. ആഗോള ഭീകരവാദത്തിനെതിരെ ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറാനും അത്യാധുനിക സൈബർ ആക്രമണങ്ങളെ നേരിടാനും ഇരു രാജ്യങ്ങളും കൈകോർക്കും. പതിറ്റാണ്ടുകളായി ചർച്ചകളിൽ മാത്രമായിരുന്ന സ്വതന്ത്ര വ്യാപാര കരാർ ഈ ഉച്ചകോടിയോടെ യാഥാർത്ഥ്യമാകും. സെമി കണ്ടക്ടർ, ക്ലീൻ എനർജി, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിൽ ഭാരതത്തിലേക്ക് വൻതോതിൽ നിക്ഷേപമെത്തും. ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും യൂറോപ്പിലേക്കുള്ള യാത്ര തൊഴിലും എളുപ്പമാക്കുന്ന മൊബിലിറ്റി ഉടമ്പടി ഒപ്പുവെക്കും. റഷ്യ-യുക്രൈൻ യുദ്ധം 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഭാരതത്തിന്റെ തന്ത്രപരമായ നിലപാടിനെ തള്ളിക്കളയാൻ ആർക്കും കഴിയില്ലെന്ന് ഈ സന്ദർശനം തെളിയിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം വിശ്വഗുരു എന്ന പദവിയിലേക്ക് ഉയരുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഭാരതത്തിന് പിന്നാലെ വരുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഈ ജനുവരിയിൽ ദില്ലിയിൽ ദൃശ്യമാകുന്നത്. അതേസമയം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ദീർഘകാലവും ബഹുമുഖവുമായ ബന്ധമാണുള്ളത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് യൂറോപ്യൻ യൂണിയൻ എന്ന വസ്തുത ഇന്ന് മനസ്സിലാക്കാം. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന്റെ പരിണാമത്തെ അടയാളപ്പെടുത്തുന്ന ചില പ്രധാന സംഭവങ്ങൾ ഇവയാണ്. ഇന്ത്യ സാമ്പത്തിക ഉദാരവൽക്കരണ പ്രക്രിയ ആരംഭിച്ച 1990കളിൽ യൂറോപ്യൻ യൂണിയൻ അംഗത്വം വികസിപ്പിക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടാൻ തുടങ്ങി. അത് അവരുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് അടിസ്ഥാനമായി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടി ബന്ധത്തിന്റെ പരിണാമത്തിന് ഒരു വഴിത്തിരിവായി. 2005 യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ഒരു സംയുക്ത പ്രവർത്തന പദ്ധതിയിൽ ഒപ്പുവെച്ചു. ഇത് വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, ഗവേഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തി. 2017 ഇരുപക്ഷവും വിദേശനയം, പ്രതിരോധം, സുരക്ഷ എന്നിവയിൽ ഒരു പുതിയ സംഭാഷണം ആരംഭിച്ചു. ഇത് അവരുടെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ സഹായിച്ചു. സമീപ വർഷങ്ങളിൽ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാലാവസ്ഥാ വ്യതിയാനവും സുസ്ഥിര വികസനവും സംബന്ധിച്ച വിഷയങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.